ഇവിടെ ഒരു വൻ സന്നാഹം തന്നെ പോലീസിനുണ്ട്. പക്ഷേ പോലീസിനെ ആദ്യഘട്ടത്തിൽ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിഷേധം പാർലമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഇരമ്പിയെത്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇവിടെ ഒരൊറ്റ പോലീസുകാർ പോലും ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ RAFന്റെ 5 ബറ്റാലിയൻ സംഘമുണ്ട്, CRPFന്റെ സംഘമുണ്ട്, ദില്ലി പോലീസിന്റെ സംഘമുണ്ട്. ഒരു വശത്ത് ഒരിഞ്ച് പോലും മാറില്ല, ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പ്രവർത്തകർ ഇരിക്കുന്നു. ഈ ദൃശ്യങ്ങളെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പുതിയ പോരാട്ടമാണ് ദില്ലിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വൈഎസ് അമിനത്തിലേക്ക് തിരിച്ചെത്താം. നോബൽ മാരിക്കാരിയിലേക്ക് കൂടി പോവുകയാണ്. നോബൽ, ഒരു വിജയം കണ്ട പ്രതിഷേധം, അത് ശക്തമായിട്ടുള്ള ഒരു സമരം നമ്മൾ കണ്ടു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിന്റെ അലയൊലികൾ അങ്ങനെയൊന്നും വിട്ടുപോകുകയുമില്ല. ആ രീതിയിൽ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ദില്ലിയിൽ വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധം. ആ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള സംഭവം, അതിന്റെ ബാക്കി പത്രമാണ് ഇന്നിപ്പോൾ കാണുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇതിൽ FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്ന് പോലീസ് പറയുന്നത്? ഇതിൽ മാറി മാറി പോലീസ് സ്റ്റേഷൻ മാറി മാറി ഇറങ്ങേണ്ടി വരുന്നതും പരാതി കൊടുത്തിട്ടും ഒരു ഫലമില്ലാതെ വരുന്നതും എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത് നോബൽ? സുധി, ഇപ്പോൾ സാഹൽ ലോച്ചാവുമായി രാഹുൽ ഗാന്ധി ഇവിടെ പാർലമെന്റ് പോലീസ് സ്റ്റേഷൻ മുന്നിൽ ആരംഭിച്ചിരുന്ന പ്രതിഷേധം ഒരു വലിയ പ്രതിഷേധമായി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നമുക്കിവിടെ ദൃശ്യങ്ങളിലേക്ക് വന്നതിന് കാണാൻ കഴിയും. പാർലമെന്റ് പോലീസ് സ്റ്റേഷന്റെ, ഈ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന്റെ പ്രധാന കവാടം നമുക്ക് പൂർണ്ണമായി അടച്ചിട്ടിരിക്കുന്നത് കാണാൻ കഴിയും. പക്ഷേ ഈ കവാടത്തിന് പുറത്ത് വലിയ പ്രതിഷേധം നടക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഇപ്പോൾ പോകാവുന്നതാണ്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസിന്റെ പതാക അടക്കം ഏന്തിക്കൊണ്ട് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയാണ്. സ്റ്റേഷന് പുറത്ത് ഇപ്പോൾ മറ്റാർക്കും സ്റ്റേഷന്റെ അകത്തേക്ക് കടക്കാനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. അവിടെയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ, ദ്രുതകർമ്മസേനയെ പിന്തുണച്ചുകൊണ്ട് പോലീസ് എന്താണെങ്കിലും വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ ബസ്സുകൾ, പ്രത്യേകിച്ച് ആവശ്യമെങ്കിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ട ബസ്സുകൾ അടക്കം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ സുരക്ഷയാണ് സ്റ്റേഷന് പുറത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് സ്റ്റേഷന് അകത്തേക്ക് വന്നാലും സാഹചര്യം വ്യത്യസ്തമല്ല. കാരണം ഒരു വശത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ ജയറാം രമേശ്, ഒപ്പം രൺദീപ് സിംഗ് സുർജേവാല, സൽമാൻ ഖുർഷിദ്, കുമാരി ഷെൽജ അടക്കമുള്ള പ്രധാന നേതാക്കൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. ഒപ്പം ആ വിദ്യാർത്ഥിയും പെലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മാതാവും ഉണ്ട്, ഒപ്പം അഭിഭാഷകയുമുണ്ട്. അവർ അല്പം മുമ്പ് രാഹുൽ ഗാന്ധി വിദ്യാർത്ഥിയുടെ മെഡിക്കൽ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വായിച്ചിരുന്നു. അവിടെ പലയിടത്തും ഈ വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ പലയിടത്തും പെല്ലറ്റ് ഗണ്ണുകൾ തറച്ചിരുന്നു. കണ്ണിൽ പെല്ലറ്റ് ഗൺ തറച്ച സാഹചര്യമുണ്ടായി. കാഴ്ചയെ അത് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കറുത്ത കൂളിംഗ് ഗ്ലാസ് വെച്ചാണ് ഈ വിദ്യാർത്ഥി ഇരുന്നത്. അല്പം മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂളിംഗ് ഗ്ലാസ് മാറ്റുമ്പോൾ ഒരു വശത്തെ, പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലെ കണ്ണിൽ വലിയ തരത്തിൽ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്ന് നമുക്ക് പ്രത്യക്ഷമായി തന്നെ കാണാൻ കഴിയും. അതോടെ മെഡിക്കൽ റിപ്പോർട്ടും അത് പ്രതിപാദിക്കുന്നുണ്ട്. ഒപ്പം ഈ ശരീരത്തിൽ നിന്ന് പുറത്തിട്ട പെല്ലറ്റ് ഗണ്ണിന്റെ അവശിഷ്ടങ്ങൾ ഒരു ചെറിയ ഒരു ഡെപ്പിയിലാക്കി രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിട്ട് അതും മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ചിട്ടുണ്ട്. ആവശ്യപ്പെടുന്നത് പോലീസ് ഈ വിഷയത്തിൽ കേസ് എടുക്കണം എന്നാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. രാഹുൽ ഗാന്ധി ഇവിടെ ഇരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ഒപ്പം രാഹുൽ ഗാന്ധി അടുത്ത് ഈ പരിക്കേറ്റ വിദ്യാർത്ഥിയുണ്ട്. വിദ്യാർത്ഥിയുടെ മാതാവ് ഇരിക്കുന്നു. പിറകിലായി കുമാരി ഷെൽജയും അതോടൊപ്പം തന്നെ നമുക്ക് അതിർരഞ്ജൻ ചൗധരിയെയും കാണാൻ കഴിയും. മുൻ പശ്ചിമ ബംഗാളിന്റെ PCC അധ്യക്ഷനാണ് അതിർരഞ്ജൻ ചൗധരി ഇരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജയറാം രമേശ് ഇപ്പുറ സൈഡിൽ ജയറാം രമേശ് കാണാൻ കഴിയും. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇപ്പോഴും പാർലമെന്റ് സിറ്റി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയും ഇരിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി നേരത്തെ വലിയ ഒരു പ്രതിഷേധമായി തന്നെയാണ് ഇതിനകത്തേക്ക്, ഈ പ്രതിഷേധ മാർച്ചിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായത്. നേരത്തെ പ്രിയങ്ക ഗാന്ധിക്ക് അകത്തേക്ക് കടക്കാനുള്ള അനുമതി നൽകിയിരുന്നില്ല. ജയറാം രമേശ് അടക്കമുള്ള ആളുകളെ തടഞ്ഞതിനൊപ്പം പ്രിയങ്ക ഗാന്ധിയെ തടഞ്ഞിരുന്നു. പക്ഷേ പ്രവർത്തകർ സമയോചിതമായി വലിയൊരു പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുകയും ഗേറ്റുകൾ തള്ളി തുറന്ന് അകത്തേക്ക് വരികയുമാണ് ചെയ്തത്. പ്രിയങ്ക ഗാന്ധിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. രാഹുലും പ്രിയങ്കയും അതോടൊപ്പം തന്നെ പരിക്കേറ്റ സാഹൽ എന്ന വിദ്യാർത്ഥിയും മറ്റ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാം ഉണ്ട്. CRPF ഈ രാഹുൽ ഗാന്ധിക്കും മറ്റ് നേതാക്കൾക്കും ഇടയിൽ ഒരു പ്രത്യേക സുരക്ഷാ വലയം തീർത്ത് അത്തരത്തിലൊരു സുരക്ഷ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണെങ്കിലും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ പോലീസ് സ്റ്റേഷന് അകത്ത് ഉണ്ട്. ആവശ്യമെങ്കിൽ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കണമെങ്കിൽ അതിനു വേണ്ട നടപടികൾ ദില്ലി പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. DCP അല്പം മുമ്പ് നേതാക്കളുമായി സംസാരിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയായി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ സമരം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. പക്ഷേ
FIR ഇടാതെ ഒരു കാരണവശാലും ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നാണ് രാഹുൽ ഗാന്ധി എടുത്ത നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഷേധം ഇപ്പോൾ തുടരുകയും ചെയ്യുന്നത്. രാഹുൽ എന്താണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, മൊബൈലിലൊക്കെ രാഹുൽ എക്സിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുകയാകും. ഒരു പക്ഷേ രാഹുൽ ഗാന്ധി മൊബൈലിൽ പണിയുന്നുണ്ട്, അവിടെ ഇരുന്ന് മൊബൈലിൽ അത് എന്തൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ജയറാം രമേശ് അടുത്ത് നിൽക്കുന്നുണ്ട്, മറ്റു നേതാക്കളുണ്ട്. എന്താണെങ്കിലും ഈ പ്രതിഷേധം വരും മണിക്കൂറിൽ തുടരും എന്നൊരു സൂചനയാണ് രാഹുൽ നൽകിയിരിക്കുന്നത്. കാരണം FIR ഇല്ലാതെ ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ, ഈ പ്രതിഷേധത്തിന് പിന്നോട്ട് പോകാൻ ഇല്ല എന്ന നിലപാട് രാഹുൽ പങ്കുവെക്കുകയാണ്. FIR നിലവിൽ മന്ത്രിമാർക്ക് പോലീസ് സ്റ്റേഷൻ അടക്കം രാഹുൽ രാവിലെ FIRമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് പോയിരുന്നു ഈ വിദ്യാർത്ഥിക്കൊപ്പം. കഴിഞ്ഞ 14-നാണ് ആദ്യമായി വിദ്യാർത്ഥി അഭിഭാഷകയ്ക്ക് ഒപ്പം നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി തനിക്കെതിരായ പെല്ലറ്റ് ആക്രമണത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയത്. അതിനുശേഷം 17-ാം തീയതി ഇമെയിൽ മുഖേനയും സമാനമായി തന്നെ ഒരു പരാതി നൽകി. ഈ രണ്ട് പരാതികളും പരിഗണിക്കാൻ പോലീസ് തയ്യാറാകാതെ വന്നതോടെയാണ് രാഹുൽ ഗാന്ധിക്ക് മുന്നിലേക്ക് വിദ്യാർത്ഥി എത്തുന്നത്. നേരത്തെ ഈ പ്രതിഷേധം നടന്ന പശ്ചാത്തലത്തിൽ നടന്നതിന് പിന്നാലെ രാഹുൽ ഗാന്ധി ഈ വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളെ വസതിക്ക് അകത്തേക്ക് കൊണ്ടുപോയി അവരുമായി കുറെ നേരം സംസാരിക്കുകയും പിന്നീട് വിദ്യാർത്ഥികളുമായി പുറത്തെത്തി നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരെ കാണുകയും മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഈ വിദ്യാർത്ഥികൾക്കേറ്റ പ്രഹരം, ക്രൂര ആക്രമണത്തിന്റെ ആ ശരീരത്തിലെ പാടുകളൊക്കെ വസ്ത്രങ്ങളടക്കം മാറ്റി കാണിച്ചു തരികയൊക്കെ ചെയ്ത് അങ്ങനെ വലിയൊരു വാർത്താ സമ്മേളനം രാഹുൽ ഈ വിഷയത്തിൽ നടത്തിയതാണ്. എന്നിട്ടും ഇതിൽ ഒരു നടപടി ഉണ്ടാകാതെ വന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എന്താണെങ്കിലും രാഹുൽ ഇങ്ങനെയൊരു സമരവുമായി പാർലമെന്റ് സീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തെരുവിൽ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നാണ്. നമ്മൾ ഈ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നടന്ന സമയത്ത് ഇതുപോലുള്ള മിന്നൽ പ്രതിഷേധങ്ങൾ രാഹുൽ ഗാന്ധിയിൽ നിന്ന് കണ്ടതാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി എംപിമാരുമായി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പിറന്നാൾ ദിനത്തിൽ എംപിമാരുമായി പ്രധാനമന്ത്രി വസതിയിലെ പ്രധാന കവാടത്തിലേക്ക് ഒരു മാർച്ചായി പോവുകയും അവിടെ കുത്തിയിരുന്ന് വലിയ പ്രതിഷേധം നടത്തുകയും ചെയ്തു. അതൊരു മിന്നൽ പ്രതിഷേധമായിരുന്നു, ആരും പ്രതീക്ഷിക്കാത്ത പ്രതിഷേധം. സാധാരണഗതിയിൽ പ്രധാനമന്ത്രി വസതിക്ക് മുന്നിലേക്കൊക്കെ പ്രവർത്തകർക്ക് നേതാക്കൾക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ തരത്തിൽ അപ്രായോഗികമായ കാര്യമാണ്. അത്രയും സുരക്ഷാ വലയമുള്ള സ്ഥലമാണ്. അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി രാഹുൽ ഗാന്ധി ഒരു പ്രതിഷേധം അന്ന് നടത്തി. അതോടൊപ്പം തന്നെ 30 ജനുവരി മാർഗിൽ ഗാന്ധി വെടിയേറ്റ് വീണ സ്ഥലത്തേക്ക് പിന്നീട് രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തെ മുഴുവൻ എംപിമാരെ, ഇടത് എംപിമാരെ അടക്കം ഒപ്പം നിർത്തി രാത്രിയിൽ ഒരു ബസ്സിൽ യാത്ര നടത്തിയത് വലിയ തരത്തിൽ ഒരു പ്രതിഷേധമായി മാറിയിരുന്നു. അതും ഒരു മിന്നൽ പ്രതിഷേധമായിരുന്നു. സമാനമായി തന്നെയാണ് ഇന്നിപ്പോൾ രാവിലെ ഈ നമ്മൾ നിൽക്കുന്ന പാർലമെന്റ് സീറ്റിലേക്ക് രാഹുൽ ഗാന്ധി ഈ വിദ്യാർത്ഥിയുമായി എത്തിയത്. രാഹുൽ എത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നില്ല, പ്രധാന നേതാക്കൾ ഉണ്ടായിരുന്നില്ല, പോലീസ് പോലും വേണ്ട രീതിയിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്രതീക്ഷിതമായി രാഹുൽ ഗാന്ധി പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറി പോവുകയും ഉദ്യോഗസ്ഥരോട് ഈ വിദ്യാർത്ഥിയുടെ പരാതിയിൽ FIR രേഖപ്പെടുത്തണം, FIR ഇടണമെന്ന ആവശ്യം ഉന്നയിക്കുകയുമായിരുന്നു. പക്ഷേ അതിന് പോലീസ് തയ്യാറാകാതെ വന്നതോടെയാണ് സാഹചര്യം ഇങ്ങനൊരു സംഘർഷത്തിലേക്കും ഇങ്ങനൊരു പ്രതിഷേധത്തിലേക്കും മാറിയത്. രാഹുൽ അടക്കമുള്ള നേതാക്കൾ ഇവിടെ ഇരുന്ന് പ്രതിഷേധിക്കുമ്പോൾ മറുവശത്ത് ചർക്ക ചെയ്തും അതോടൊപ്പം തന്നെ ദേശഭക്തി ഗാനം ആലപിച്ചും ഗാന്ധിയെ സ്മരിച്ചുമൊക്കെ പോരാട്ടമാണ് ഇപ്പോൾ കാണുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ്. FIR ഇടാതെ ഒരടി പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ദില്ലിയിൽ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കാണുന്നത്.